ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്യാമ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്നു മുതൽ ഗോവ, കർണാടക, ഝാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിൽ 4 ദിവസത്തെ സന്ദർശനം നടത്തും. രാഷ്ട്രപതി ഇന്ന് വൈകുന്നേരം ഗോവയിലേക്ക് പോകും. നാളെ കർണാടകയിലെ കാർവാർ തുറമുഖത്ത് നിന്ന് അന്തർവാഹിനിയിൽ കടൽയാത്ര നടത്തും. തിങ്കളാഴ്ച ഝാർഖണ്ഡിലെ ജംഷഡ്പൂരിൽ ഓൾ ചിക്കി ലിപിയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും NIT ജംഷഡ്പൂരിന്റെ 15ാമത് ബിരുദദാന ചടങ്ങിലും രാഷ്ട്രപതി പങ്കെടുക്കും. 5ാമത് ചീഫ് സെക്രട്ടറിമാരുടെ ത്രിദിന ദേശീയ സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയാണ്. പ്രധാനമന്ത്രി നാളെയും പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ദേശീയ വികസന മുൻഗണനകളെക്കുറിച്ചുള്ള സംവാദങ്ങളിലൂടെ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലെ സുപ്രധാന നാഴികക്കല്ലാണ് സമ്മേളനം. രാജ്യത്തിന്റെ മനുഷ്യവിഭവശേഷി പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിനും ഭാവി വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനുമുള്ള ഏകീകൃത കർമ്മ പദ്ധതി തയ്യാറാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 129ാം പതിപ്പാണിത്. ആകാശവാണി, ദൂരദർശൻ ന്യൂസ്, AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് എന്നിവയിൽ പരിപാടി തത്സമയം ലഭ്യമാണ്. സംസ്ഥാനത്തെ ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരെയും വൈസ് പ്രസിഡന്റുമാരെയും ഇന്ന് തെരഞ്ഞെടുക്കും. പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് രാവിലെ നടന്നു. വൈസ് പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ്. കോർപ്പറേഷൻ മേയർ, ഡെപ്യൂട്ടി മേയർ, മുനിസിപ്പൽ ചെയർപേഴ്സൺ, ഡെപ്യൂട്ടി ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ നടത്തിയിരുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIയുടെ R ലതാദേവി തെരഞ്ഞെടുക്കപ്പെട്ടു. KPCC ജനറൽ സെക്രട്ടറി ജോഷി ഫിലിപ്പ് കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. A മഹേന്ദ്രൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി ഷീല സ്റ്റീഫൻ സത്യപ്രതിജ്ഞ ചെയ്തു. UDFിലെ KG രാധാകൃഷ്ണൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPIഎമ്മിലെ TM ശശി തെരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി PA ജബ്ബാർ ഹാജി ചുമതലയേറ്റു. UDFിലെ മില്ലി മോഹൻ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും LDFിലെ ബിനോയ് കുര്യൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായും സത്യപ്രതിജ്ഞ ചെയ്തു. കോഴിക്കോട് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിൽ മിനി വട്ടക്കണ്ടിയും വടകര ബ്ലോക്ക് പഞ്ചായത്തിൽ കോട്ടയിൽ രാധാകൃഷ്ണനും തിരുവമ്പാടിയിൽ ജിതിൻ പള്ളാട്ടും പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊല്ലം മുഖത്തല ബ്ലോക്ക് പഞ്ചായത്തിൽ UDFന്റെ സാം വർഗീസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. കൊട്ടാരക്കര നെടുവത്തൂർ പഞ്ചായത്തിൽ BJPയുടെ വിദ്യാ കരുവായം പഞ്ചായത്ത് പ്രസിഡന്റായി ചുമതലയേറ്റു. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ടെസി ജോസ് 4ാം വാർഡ് UDF വിമത സ്ഥാനാർത്ഥി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിലെ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി R ഗായത്രിയെ തെരഞ്ഞെടുത്തു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി UDFിലെ സാന്ദ്രമോൾ ജിന്നി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. പാലക്കാട് തൃത്താല പഞ്ചായത്ത് LDF ഭരിക്കും. PR കുഞ്ഞുണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റാകും. ജില്ലയിൽ BJP ആദ്യമായി ഭരണം നേടുന്ന അകത്തേത്തറ ഗ്രാമപഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ബിന്ദു PA ചുമതലയേറ്റു. അഗളി പഞ്ചായത്തിൽ UDF അംഗം LDF പഞ്ചായത്ത് പ്രസിഡന്റായി. പറളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം LDFന്. 20 വാർഡ് അംഗം KT ഉഷാകുമാരിയാണ് നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായത്. തിരുവനന്തപുരം മണമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ കുഞ്ഞുമോൾ തെരഞ്ഞെടുക്കപ്പെട്ടു. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന ഉന്നതി വിജ്ഞാന കേരളം തൊഴിൽ പരിശീലന പദ്ധതി കോഴിക്കോട് മരുതോങ്കരയിൽ വൈകിട്ട് മന്ത്രി OR കേളു ഉദ്ഘാടനം ചെയ്യും. പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വികസന വകുപ്പും KDISCും വിജ്ഞാന കേരളവും ചേർന്ന് ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രത്യേക പദ്ധതിയാണ് ഉന്നതി വിജ്ഞാന കേരളം. ഇന്റേൺഷിപ്പുകൾ, തൊഴിൽ അപ്രന്റീസ്ഷിപ്പുകൾ എന്നിവ വഴി അടുത്ത മാർച്ച് 31-നകം 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ആലപ്പുഴയിൽ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പക്ഷികളെ കൊന്നൊടുക്കുന്ന പ്രവൃത്തി ഇന്നും തുടരുന്നു. പ്രഭവ കേന്ദ്രത്തിന് 1 കിലോമീറ്റർ ചുറ്റളവിൽ പക്ഷി വളർത്തലും വിപണനവും ഉപയോഗവും ഒരാഴ്ചത്തേക്ക് നിരോധിച്ചിട്ടുണ്ട്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വിവിധ കാരണങ്ങളാൽ ഉൾപ്പെടാത്ത അർഹരായവരുടെ പേര് ചേർക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുന്നതിനായി സർക്കാർ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിന്മേലുള്ള പരാതികളും അവകാശവാദങ്ങളും ജനുവരി 22 വരെ സമർപ്പിക്കാം. voters.eci.gov.in, ceo.kerala.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കരട് പട്ടിക ലഭ്യമാണ്. പട്ടികവർഗ വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ സംസ്ഥാനതല കലാമേള സർഗോത്സവം 2025 നാളെ കണ്ണൂരിൽ. 30 വരെ നടക്കുന്ന കലോത്സവം നാളെ വൈകിട്ട് കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. മന്ത്രി OR കേളു അധ്യക്ഷനാകും. ശബരിമല മണ്ഡലകാല തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മണ്ഡലകാലത്തെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ ഇന്ന് രാവിലെ നടന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30-ന്.